ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് നത്തിങ് സ്പെഷ്യൽ. ആട് 3 ഒരു ഫൺ എൻ്റർടൈൻമെൻറ്റ് പടം. ആട് 3 കാണാൻ പോകുന്ന പ്രേക്ഷകരോട് ഈ പടം വലിയ എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് കാണണം എന്ന് പറഞ്ഞാൽ ഒട്ടും നടക്കാത്ത കാര്യമാണ് ഇതിൻ്റെ ഡയറക്ടർ മിഥുൻ മാനുവൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്ര എക്സ്പെക്ടേഷനിൽ പടം കാണുന്ന പ്രേക്ഷകൻ്റെ എല്ലാ എക്സ്പെക്ടേഷൻസും മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമാണ്. 2 മണിക്കൂർ 47 മിനിറ്റിൻ്റെ അടുത്ത് ഏകദേശം സിനിമയുടെ ഡ്യൂറേഷൻ ഉണ്ട് എന്ന് ഫസ്റ്റ് കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു പടം എങ്ങനെ ഉണ്ടാവും, കാരണം ഇത്രയും സമയം ഇത് കണ്ടിരിക്കാൻ വേണ്ടി പറ്റുമോ, കാരണം കുറച്ചല്ലേ വരെ ചളി കോമഡി പരിപാടിയിലും ഉണ്ടല്ലോ. പക്ഷേ പടം തുടങ്ങി ഫസ്റ്റ് തൊട്ട് തന്നെ പടം മെയിൻ സ്റ്റോറിയിലേക്ക് കയറുന്നുണ്ട്. അതിനുശേഷം ഇവർ കുറച്ച് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലെങ്ത്ത് കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയാണ് പൊതുവെ എല്ലാവരും പറയുന്നത് ഉണ്ടായത് പടം കഴിഞ്ഞിറങ്ങിയതിന് ശേഷം. പക്ഷേ ഞാൻ പിന്നെ ഒന്ന് ആലോചിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞെങ്കിൽ ഫസ്റ്റ് ഹാഫിന് അത്ര ലെങ്ത്തിൻ്റെ ആവശ്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ഹാഫാണ് മെയിനായിട്ട് എന്താണ് കുറേ ടൈം ലൈൻ ഉണ്ട് എന്നൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം ഞാൻ പറഞ്ഞ് ഇതിൻ്റെ ഒരു സസ്പെൻസ് ബ്രേക്ക് ചെയ്യുന്നില്ല. ആ കുറേ ഉള്ള സംഭവത്തിൻ്റെ ആ ഒരു എന്താണ് ബിൽഡപ്പ്, ആ ഓവറോൾ എന്താണ് നടക്കുന്നതിനുള്ളൊരു ഇൻട്രൊഡക്ഷൻ ആണ് മെയിൻലി ഒരു ഫസ്റ്റ് ഹാഫിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്രയും ടൈം ലൈൻ ഉണ്ടെങ്കിലും എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും പക്ക ഒരു സ്റ്റോറി ലൈൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മിഥുൻ മാനുവലിന് പറ്റിയിട്ടുണ്ട്. എന്തായാലും ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും ആ ഒരു സ്റ്റോറി ബേസ് സ്റ്റോറി സെറ്റ് ചെയ്ത് വരുന്നോണ്ട സമയത്ത് തന്നെ എന്തൊരു സംഭവം വരാനുണ്ട് നമുക്കറിയാം. പക്ഷേ അതിലേക്ക് അങ്ങ് എത്താത്ത പോലെ, അതായത് ഫസ്റ്റ് ഹാഫ് കുറച്ച് വലിച്ചു നീട്ടുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ്. അങ്ങനെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോശമില്ലാത്തൊരു സീനിലേക്ക് കൂടി തന്നെ ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യുന്നു. ഇങ്ങനെ ഇൻ്റർവെല്ലിന് ശേഷം എന്ന് പറഞ്ഞെങ്കിൽ ഡ്യൂഡിൻ്റെ ഒരു എൻട്രി ഉണ്ട്. പക്ക സാധനം, പീക്ക് ഐറ്റം, കിഡിലൻ. ആ സമയത്ത് ഡ്യൂഡ് വന്നതിന് ശേഷമാണ് ഡ്യൂഡിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഡ്യൂഡിന് കുറച്ച് സീൻ ഉണ്ട്, അതല്ലാണ്ട് സെക്കൻഡ് ഹാഫിൽ ഡ്യൂഡായിട്ട് വരുന്നുണ്ട്. ആ ഇൻട്രോയ്ക്ക് ശേഷമാണ് പടം വേറെ ലെവല്. പിന്നെ ഒരു ഫുൾ പവറിലാണ് പടത്തിൻ്റെ പോക്ക്. ഈ പടത്തിലത്തെ ക്യാരക്ടേഴ്സ് എല്ലാവരും കിഡിലും കോമഡി മാത്രമാണ് പറയുന്നത്. അങ്ങനത്തെ സംഭവം ഒന്നും പ്രതീക്ഷിച്ച് ആരും പോണ്ട. പക്ഷേ കുറച്ച് ചളി കോമഡി ഉണ്ട്. പക്ഷേ നമുക്ക് ആ ചളി കോമഡി ആയിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമുക്ക് അറക്കലബു ആയാലും ഡ്യൂഡായാലും സാത്താൻ സേവിയർ ആയാലും എല്ലാവർക്കും, ഷാജി പാപ്പനായാലും എല്ലാവർക്കും പക്ക സ്ക്രീൻ പ്രസൻസും ആ ഒരു അവർ ഡിസേർവ് ചെയ്യുന്ന ഒരു സ്ക്രീൻ സ്പേസ് പടത്തിൽ കറക്റ്റായിട്ട് സ്ക്രിപ്റ്റിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മിഥുൻ മാനുവലിന് പറ്റിയിട്ടുണ്ട്. എന്തായാലും ഷാജി പാപ്പനായാലും ഈ പടത്തിൽ വേറെ ലെവലിൽ സെക്കൻഡ് ഹാഫിലും മൊത്തത്തിൽ ഷാജി പാപ്പൻ അത്യാവശ്യം മോശമില്ലാണ്ട് തന്നെ എല്ലാവരും അടിപൊളി ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിലും ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിലും ആട് 2ലും ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും ഇതിൽ ആട് 3ലേക്ക് വരുന്ന സമയത്ത് ആട് 2ൻ്റെ കാര്യം നോക്കുന്നുണ്ടെങ്കിൽ ആട് 2ൽ ആട് പാർട്ട് 1ഉം പാർട്ട് 2 തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. പക്ഷേ ആട് 3ലേക്ക് വരുന്ന സമയത്ത് അങ്ങനല്ല. ഇവർ കുറച്ച് ആട് 2ൻ്റെയും ആട് ഫസ്റ്റിൻ്റെയും എല്ലാം കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൽ പറ്റിയിട്ടുണ്ട്. അതെല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് ബാക്കി ഏത് ക്യാരക്ടേഴ്സിനേക്കാളും കൂടുതൽ സർബത്ത് ഷമീറിന് കുറച്ചും കൂടി സ്ക്രീൻ സ്പേസും പുള്ളിക്കിടലായി ചെയ്തിട്ടുണ്ട് എല്ലാം മൊത്തത്തിൽ. പിന്നെ ഈ പടത്തിന്റെ മ്യൂസിക്കിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ ക്യാരക്ടേഴ്സിനെയും അവരവരെ ഒരു BGM പ്രത്യേകിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അത്ര കേട്ടാലും മുന്നേ കേട്ട് ഈ ഇതിലത്തെ പാട്ടെന്ന് പറഞ്ഞെങ്കിൽ പണ്ട് ആ പടം ഇറങ്ങിയതിന് ശേഷം പിന്നെ എന്ത് പരിപാടി ഉണ്ടായാലും ഈ പടത്തിൻ്റെ ഒരു പാട്ട് ഉണ്ടാവലുണ്ട്. പക്ഷേ അതൊന്നും ഈ പടത്തിൽ പിന്നെയും കേൾക്കുന്നത് പുതിയതായിട്ട് സംഭവമൊന്നുമില്ല. പക്ഷേ പിന്നെയും നമ്മൾ ആ സാധനം കേൾക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ ഒരു പവറാണ് ഫീൽ ചെയ്ത് തിയേറ്ററിൽ നിന്ന്. അങ്ങനെ പടം ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്തുണ്ടല്ലോ, ഒരു കീടില് സംഭവം ഉണ്ട്. അത് പറയണമെന്നുണ്ട്. പക്ഷെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചിലപ്പോൾ ഒരു ത്രില്ലിംഗ് ഫാക്ടർ ഡ്യൂഡിന്റെയും ഷാജി പാപ്പന്റെയും ഒരു സംഭവം ഉണ്ട്. എസ്പെഷ്യലി ഡ്യൂഡ് കീടിലെ പടത്തിൽ ഏറ്റവും കൂടുതൽ ആറാടിയിട്ടില്ല. സെക്കൻഡ് ഹാഫിന്റെ ക്ലൈമാക്സ് ആവുന്നത് എനിക്ക് ഡ്യൂഡാന്ന് പറയേണ്ടി വരും. ഈ പാർട്ട് 3ക്ക് ആട് 3ക്ക് എന്തായാലും ഒരു പാർട്ട് 2 എന്തായാലും ഇനി ഇറങ്ങുന്നതെന്ന് തോന്നുന്നു. എന്തായാലും കാരണം അങ്ങനെ എന്നാൽ മാത്രമേ ഈ സ്റ്റോറിക്ക് ഒരു എൻഡിങ് ഇല്ലൂ. അങ്ങനെയാണ് അവരെ പടം ഈ ആട് 3ന്റെ ഫസ്റ്റ് പാർട്ട് എൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും എക്സ്പെക്ടേഷനിൽ മീറ്റ് ചെയ്തിട്ട് അത്യാവശ്യം മോശമില്ലാത്തൊരു ഫൺ എന്റർടൈൻമെന്റ് തന്നെ പറയേണ്ടി വരും. ഫസ്റ്റ് ഹാഫിന്റെ കുറച്ചൊരു ലാഗ് ഉണ്ടെങ്കിലും അത് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് ഹാഫ് അത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ കണ്ടിറങ്ങുന്ന പ്രേക്ഷകന് ആ ഒരു ക്ലൈമാക്സിന്റെ ആ ഒരു ഹാങ് ഓവർ ഉണ്ട്, ക്ലൈമാക്സിന്റെ ഒരു ഫീലും ഉണ്ട്. പടം മൊത്തത്തിൽ അത്യാവശ്യം മോശമില്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ കൊടുക്കുന്ന എനിക്ക് തോന്നുന്നു എന്തായാലും. അപ്പം എല്ലാവരും എന്തായാലും പടം പോയി കാണാൻ ശ്രമിക്കുക. അപ്പം പിന്നെ വീഡിയോ കാണാം. ബൈ.